അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കൊല്ലം നഗരം ഇതാ കലോത്സവ പ്രതിഭകളെ കാത്തിരിക്കുകയാണ്. നാളെയാണ് കലോത്സവത്തിന് തിരിതെളിയുക. 24 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 14,000-ഓളം കൗമാര പ്രതിഭകളാണ് ഏറ്റുമുട്ടുക. പാചകപ്പുരയൊക്കെ ഉണർന്നു കഴിഞ്ഞു. സമഗ്ര കവറേജുമായി കലോത്സവാവേശം പ്രേക്ഷകരിൽ എത്തിക്കാൻ മാതൃഭൂമി ന്യൂസുമുണ്ട്. കൊല്ലത്ത് നിന്ന് കണ്ണൻ നായരും സംഘവും ചേരുന്നു നമുക്കൊപ്പം. കണ്ണൻ, ഇനി മണിക്കൂറുകളേ ഉള്ളൂ ആ കപ്പ് അങ്ങോട്ടേക്ക് എത്താൻ, ഔദ്യോഗികമായ സ്വീകരണം നൽകാൻ. ഒപ്പം മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ടീം? ദിവിഷെ, കൊല്ലത്തെ തിരയിളക്കമല്ല, വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ കലയുടെ വലിയ മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനായാലും നമ്മുടെ ടീം എല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട്. അതെ, റിപ്പോർട്ടിങ്ങിന് വന്നല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. സെറ്റാ. നമ്മൾ വാർത്ത പൊളിക്കുന്നില്ലേ? പിന്നെ പൊളിക്കും. അടിപൊളിയല്ലേ? ആദ്യത്തെ കലോത്സവമാണോ? കലോത്സവം ആദ്യത്തേതല്ല, പക്ഷെ മാതൃഭൂമിക്കൊപ്പമുള്ള ആദ്യത്തെ കലോത്സവം. എങ്ങനെയുണ്ട്? കൊല്ലത്ത് വന്നിട്ട് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊല്ലം സൂപ്പറാ, കിടുവാണ്. നമ്മള് പൊളിക്കും. നാട്ടുകാരെല്ലാം സൂപ്പറാ. എങ്ങനെയുണ്ട്? സൂപ്പറാ. മുന്നേ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ആദ്യമായിട്ട്. പങ്കെടുത്തേ? അത് 2016 സ്കൂൾ നാടകമായിരുന്നു. ഓർമ്മയുണ്ട് എന്തെങ്കിലും? നുജൂദ് എന്ന് പറഞ്ഞൊരു വേഷമായിരുന്നു ചെയ്തത്. ഞാൻ നുജൂദ് എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നാടകമായിരുന്നു. അതിൽ ഒരു 9 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടി ഡിവോഴ്സ് ആവുന്നു, അതിന് ചുറ്റിപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായിരുന്നു നാടകം. അവാർഡ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. കുഴപ്പമില്ല. അല്ല ദിവിഷേ, നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ, കലാകാരന്മാരായിട്ടുള്ള ആൾക്കാർ, കലാകാരികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ മാർഷൽ വി സെബാസ്റ്റ്യൻ, ക്യാമറ ബിജു ഭാസ്കർ അടക്കമുള്ള ആൾക്കാരെല്ലാം തന്നെ ഉണ്ട്. ഇന്ന് 1 മണിയോടുകൂടി സ്വർണ്ണക്കപ്പ് ജില്ലാ അതിർത്തിയിലേക്ക് എത്തും. അവിടെ വെച്ച് മന്ത്രി ശിവൻകുട്ടിയാണ് കപ്പ് ഏറ്റുവാങ്ങുന്നത്. വൈകിട്ട് 6 മണിയോടുകൂടി ഇവിടേക്ക് കപ്പെത്തുമ്പോൾ ഈ കൊല്ലത്തെ ജനങ്ങളെല്ലാം തന്നെ വലിയ ആവേശത്തോടുകൂടി ഈ കപ്പിനെ ഏറ്റുവാങ്ങാൻ എത്തുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ റിപ്പോർട്ടിംഗ് ടീമിലുള്ള കുട്ടികളെല്ലാം തന്നെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി തയ്യാറായിരിക്കുന്നു. എല്ലാവർക്കും ഒരു ആവേശമാണ്, ഒരു കൗതുകമാണ്. കൊല്ലത്തെ കലോത്സവം കലക്കാൻ വേണ്ടി നമ്മൾ മാതൃഭൂമി ന്യൂസ് പൂർണ്ണ സജ്ജമാണ്.